സൗജന്യമായി നൽകിയ പാനീയത്തെക്കാൾ ചുവറ്റുകുട്ടയിൽ ഉപേക്ഷിക്കപ്പെട്ട വെറും ടിന്നുകൾ കൊണ്ട് റെഡ് ബുൾ ലോകം കീഴടക്കിയ ചരിത്രം വിപണന ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ചുവറ്റുകുട്ടയിൽ നിന്ന് വിപണിയിലെ രാജാവിലേക്ക്. റെഡ് ബുള്ളിന്റെ മാലിന്യതന്ത്രം ലണ്ടൻ നഗരത്തിലെ ചുവറ്റുകൊട്ടകൾ ഒരിക്കൽ ഒരു വിചിത്രമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. നഗരത്തിലെ പ്രമുഖ നൈറ്റ് ക്ലബ്ബുകൾക്കും ബാറുകൾക്കും പുറത്തുള്ള ഡസ്റ്റ്ബിന്നുകൾക്കും നിറയെ റെഡ് ബുള്ളിന്റെ കാലിയായ ടിന്നുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇത് കണ്ട ജനങ്ങൾ കരുതിയത് റെഡ് ബുൾ ഇത്രയധികം ആളുകൾ കുടിക്കുന്നു, നഗരത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള പാനീയമെന്നാണ്. എന്നാൽ ഇതിനു പിന്നിലെ റെഡ് ബുൾ സ്ഥാപകന്റെ അതിബുദ്ധിപരമായ ഒരു സൈക്കോളജിക്കൽ മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു ഒളിഞ്ഞിരുന്നത്. പരമ്പരാഗതമായ TV പരസ്യങ്ങൾക്കും ഓർഡിങ്ങുകൾക്കും പകരം റെഡ് ബുൾ തിരഞ്ഞെടുത്തത് ജനങ്ങളുടെ മനഃശാസ്ത്രത്തെയാണ്. കമ്പനി ജീവനക്കാർ മനഃപൂർവ്വം കാലിയായ റെഡ് ബുൾ ടിന്നുകൾ ശേഖരിച്ച് നഗരത്തിലെ തിരക്കേറിയ ഇടങ്ങളിലെ ചവറ്റുകൊട്ടകളിൽ കൊണ്ടിടും. ധാരാളം കാൽ ടിന്നുകൾ കാണുമ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, എന്നാൽ ഞാനും ഇതൊന്ന് പരീക്ഷിച്ചേക്കാം എന്ന ചിന്ത ഉപഭോക്താക്കളിൽ ഉടലെടുത്തു. പാനീയം സൗജന്യമായി നൽകുന്നതിനേക്കാൾ അത് വിറ്റുതീർന്ന ഒന്നാണെന്ന് തോന്നിപ്പിക്കുന്നത് ബ്രാൻഡ് മൂല്യം വർദ്ധിപ്പിക്കുമെന്നും റെഡ് ബുൾ തെളിയിച്ചു. ബാറുകളിലെ ചവറ്റുകൊട്ടകളിലും ടേബിളുകളിലും ബോധപൂർവം കാലട്ടിന്നുകൾ ഉപേക്ഷിച്ചുകൊണ്ട് യുവാക്കളുടെ ഇടയിൽ ഇതൊരു ട്രെൻഡായി മാറി. വലിയ പരസ്യ ഏജൻസികൾക്ക് കോടികൾ നൽകുന്നതിന് പകരം വെറും മാലിന്യം കൊണ്ട് അവർ വിപണി പിടിച്ചടക്കി. എനർജി ഡ്രിങ്ക് എന്ന വിഭാഗത്തിൽ റെഡ് ബുള്ളിനെ ഒരു പ്രീമിയം ഉൽപ്പന്നമായി പ്രതിഷ്ഠിക്കാൻ ഈ തന്ത്രം സഹായിച്ചു. മറ്റുള്ളവർ ഒരു കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ അത് പിന്തുടരാനുള്ള മനുഷ്യസഹജമായ രീതിയെ റെഡ് ബുൾ സമർത്ഥമായി ഉപയോഗിച്ചു. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന എനർജി ഡ്രിങ്കായി റെഡ് ബുൾ മാറാൻ ഈ വിചിത്രമായ മാർക്കറ്റിംഗ് തന്ത്രം വലിയ പങ്കുവഹിച്ചു. മാലിന്യത്തെ പോലും തങ്ങളുടെ ബിസിനസ് വളർച്ചയ്ക്കുള്ള ഇന്ധനമാക്കി മാറ്റിയ റെഡ് ബുള്ളിന്റെ ഈ നീക്കം ഇന്നും മാർക്കറ്റിംഗ് വിദ്യാർത്ഥികൾക്ക് ഒരു പാഠപുസ്തകമാണ്. The pleasure of personal banking. Mannarkad Rural Service Sahakaranam Bank.